ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് ഐസിങ് കേക്കാണ്. സാധാരണ എനിക്ക് കേക്കിൻ്റെ ഓർഡറുള്ള സമയത്തൊന്നും എനിക്ക് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. അത് നല്ല ബിസി ആയിരിക്കും. പക്ഷേ ഇന്ന് സൺഡേ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സിമ്പിളായിട്ടൊരു കേക്ക് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ml കപ്പിൽ ആണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഈ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു 2-3 തവണ ഇങ്ങനെ അരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വിസ്ക് ചെയ്ത് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല്, 1/4 കപ്പ് എണ്ണ, ഇത്രയും കൂടെ ചേർത്ത് വീണ്ടും ഒരു നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ബാക്കിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ടൈം കൊണ്ട് നമ്മുടെ ഓവൻ ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കണം 10 മിനിറ്റ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ മിക്സ് നല്ല തയ്യാറായിട്ടുണ്ട്. നല്ല ബാറ്ററൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിൻ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചാകുമ്പോൾ കുറച്ചിങ്ങനെ ഫ്ലാറ്റായിട്ട് എടുക്കും. നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി അതിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം 180 ഡിഗ്രിയിൽ. ഇനി ഒരു ബൗളെടുത്ത് അതിൽ ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സ്റ്റിഫായിട്ട് വേണം ഇതെടുക്കാൻ. ഒരു 8-9 മിനിറ്റ് എങ്കിലും എടുക്കും ഇത് നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ചരിക്കുമ്പോൾ ഇങ്ങനെ താഴെ പോകരുത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഞാൻ 15 മിനിറ്റ് ആണ് ഈ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം 3ആയിട്ട്. ഒരു കേക്ക് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടോ ഇത് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ കേക്ക് കട്ടറൊന്നും ആവശ്യമില്ല. ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 3ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടേൺ ടേബിൾ എടുത്തിട്ട് ഒരു കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ആദ്യം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ലെയറാണ് ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെയറാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് ഷുഗർ ഒന്ന് സിറപ്പാക്കി എടുത്തതാണ്. പിന്നെ അതിൻ്റെ ടോപ്പിൽ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി അടുത്ത ലെയർ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ വെക്കേണ്ടതാണ്. ജസ്റ്റ് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതൊരു വേണമെങ്കിൽ അതൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിനകത്ത് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിലും വീണ്ടും ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം. ഇനി അങ്ങനെ തന്നെ ഇങ്ങനെ 2 ലെയറും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ ഒരു തിന്നായിട്ട് കോട്ടിങ് കൊടുക്കുന്നതിനെയാണ് ക്രം കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എല്ലാ ലെയറും ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെക്കണം. അപ്പോൾ എന്നിട്ട് പിന്നെ ഐസിങ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിനുള്ളിൽ വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെക്കാവുന്നതാണ്. എന്നിട്ടൊരു ചെറിയ ഫ്ലവർ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ടോപ്പിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഐസിങ് ചെയ്യാണ്. എന്നിട്ട് സ്ക്രേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. നല്ലൊരു ഷേപ്പ് കിട്ടും. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ലൊരു ലൈൻസ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ നടുക്കൊരു ഞാനൊരു കട്ടർ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഗനാഷ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ടോപ്പിൽ മൊത്തമായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഇനി നമുക്ക് താഴേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ താഴേക്ക് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ വിപ്പിംഗ് ക്രീം, അത് വെച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് ഫ്ലവർ ചെയ്യാം. ഈ ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ കട്ടിനുള്ളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീനും ഒരു ബ്ലാക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനത് രണ്ടും ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് പതുക്കെ ആ കട്ടർ ഒന്ന് എടുത്തു കൊടുക്കാം. പതുക്കെ എടുക്കണം. പതുക്കെ എടുക്കുമ്പോൾ കണ്ടോ അതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ആ സൈഡും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഗനാഷിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതും കൂടെ ചെയ്താൽ വലിയ ലോങ് ആയിട്ട് ആവും വീഡിയോ, അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്